നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊക്കെ ആ തെണ്ടിയുടെ ഓരോ നമ്പർ ആയിരിക്കും. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല രഘുവേട്ട. ഈ തീയില്ലാതെ പുകയുണ്ടാവില്ലെന്നൊരു ചൊല്ലില്ലേ? എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ വിനയൻ അവന്റെ അമ്മയും കുട്ടി ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ വരുമെന്ന് രഘുവേട്ടന് തോന്നുന്നുണ്ടോ? എന്നുവെച്ചാ ചീരു കള്ളം പറയുന്നാണോ നീ കരുതുന്നത്? അതൊരിക്കലും ഇല്ല. പ്രത്യേകിച്ച് അനുകൂടി ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അവളെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അവര് രണ്ടുപേരും ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാനും അച്ഛനൊക്കെ അത് വിശ്വസിച്ചത്. പക്ഷേ ഇപ്പൊ അവരുടെ പേടിയും വെപ്രാളവും രഹസ്യം പറച്ചിലും ഒക്കെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു രഘുവേട്ട. എന്റെ അമ്പിളി, അത് നിന്റെ കണ്ണിന്റെ കുഴപ്പമാ. നീ ആദ്യം നിന്റെ ചൂടുന്ന നോട്ടൊക്കെ ഒന്ന് അവസാനിപ്പിക്ക. അല്ല, എന്നിട്ട് നിന്റെ ഈ സംശയം നീ അമ്മാവനോട് പറഞ്ഞോ? ഞാനൊന്ന് സൂചിപ്പിച്ചു. നാളെ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തെളിഞ്ഞാ അച്ഛൻ അറ്റാക്ക് വരരുതല്ലോ. എന്റെ അമ്പിളി, ആദ്യം നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ വിശ്വസിക്കണം. ഇനിയിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ചീരു അനത് മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അച്ഛൻ അറിഞ്ഞാലേ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിനയം പറഞ്ഞത് അവര് ഹോസ്പിറ്റലിൽ പോയത് അബോർഷൻ ചെയ്യാൻ വേണ്ടിയാണോന്നാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അബോർഷൻ ചെയ്യാതെ വേറെന്താ അമ്പിളി വഴി? ചീരു വീണ്ടും ആ നെറികെട്ടവന്റെ കൂടെ ജീവിക്കണമെന്നാണോ? അതൊന്നും എനിക്കറിയില്ല രഘുവേട്ട. സമയമുണ്ടെങ്കിൽ രഘുവേട്ടനൊന്ന് ഇവിടെ വന്ന് അനുവായിട്ടൊന്ന് സംസാരിക്കേ. രഘുവേട്ടൻ ചോദിച്ചാൽ അവള് സത്യം പറയും. അമ്പിളി, ഓഫീസിൽ കുറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, അമ്മാവനും അനുവും എന്നെ ഈ കാര്യം അറിയിക്കാത്ത സ്ഥിതിക്ക് ഞാനായിട്ട് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും. സൺഡേ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും. അതിനിടയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിലേ നീ എന്നെ വിളിക്കേ. അപ്പൊ നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. ശരി രഘുവേട്ട. എന്നാ രഘുവേട്ടന്റെ ജോലി നടക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കാം.